സർ, ഈ മുനമ്പത്തുള്ള ഈ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട സമരമാണല്ലോ ഇപ്പം സജീവമായിട്ട് നിൽക്കുന്ന ഒരു വിഷയം. പ്രത്യേകിച്ച് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ പോലും ആ മണ്ഡലമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ഒരു വിഷയമായിട്ട് പോലും സജീവ ചർച്ചയായിരുന്നു. അതിലിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ എറണാകുളത്തെ എല്ലാ കോൺഗ്രസ് ജനപ്രതിനിധികളും കൂട്ടമായി അവിടെ പോവുകയും ഇത് വഖഫ് ആണെന്ന് പറയുന്നത് അനിസ്ലാമികമാണ് എന്നൊക്കെ പ്രഖ്യാപിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. സാർ, അത് മുനമ്പത്ത് നിന്ന് അല്ല ആ പ്രദേശത്ത് നിന്ന് ഗ്രൗണ്ട് റിപ്പോർട്ടിംഗ് ചെയ്തിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ആണോ സാർ? എങ്ങനെയാണ് സാർ ആ വാർത്തയെ കണ്ടിരുന്നു? ഇപ്പം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, ഇതിനകത്ത് അൾട്ടിമേറ്റ് ലൂസർ മുനമ്പം വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വഖഫിൻ്റെ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മഹാരാഷ്ട്രയെ കണ്ടു. കാരണം മഹാ അങ്ങാടി സഖ്യം, ഇതേപോലെ തന്നെ കോൺഗ്രസ്, അവരാണ് ലൂസ് ചെയ്തത്. പിന്നീട് നമ്മൾ ശരിക്കും ആലോചിച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിന് ഒരിക്കലും ദേശീയ കോൺഗ്രസിൻ്റെ നയങ്ങളോട് യോജിച്ച് പോകാനേ പറ്റത്തുള്ളൂ. ഇവരീ പറയുന്ന മുഴുവനും മുനമ്പത്ത് വന്ന് പറയുന്ന വി.ഡി. സതീശൻ പറയുന്നത് IB ഈഡൻ എന്ന് പറഞ്ഞാൽ വൃത്തികെട്ടവൻ എന്ന വാക്ക് ഒന്നിനും കൊള്ളാത്തൊരു കിഴങ്ങൻ. ഒന്ന് സോളാറിൻ്റെ ആ കേസും അവനൊരു പക്ക പെണ്ണുപിടിയാണ്. അതൊക്കെ ഒരു പേഴ്സണൽ മാറ്ററാണ്. പക്ഷെ അവൻ ഇതിനോടും താല്പര്യമൊന്നുമില്ല. അവൻ 2 പ്രാവശ്യം മണിപ്പൂരിൽ പോയേക്ക് പോട്ടെ, ഫൈൻ. പാർലമെന്റിലെ വഖഫുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും പ്രശ്നമുണ്ടാക്കിയ വൃത്തികെട്ടവൻ അവനെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് അവിടുത്തെ ലാറ്റിൻ കാത്തലിക്. അവൻ്റെ അപ്പൻ്റെ ഒരു സ്വഭാവം ഇവരില്ല. വിശ്വസിക്കാൻ നമ്പാൻ കൊള്ള ഒരുത്തരാണ് IB ഈഡൻ കൃത്യമായിട്ട്. കാരണം അയാളെ സ്റ്റഡി ചെയ്തിട്ടാണ് പറയുന്നത്. അവൻ്റെ തീരുമാനം. അതേപോലെ അവിടുത്തെ കോൺഗ്രസിൻ്റെ MLA-മാരെല്ലാം പെട്ടെന്ന് വരുന്നു. ഇതൊക്കെ മുഴുവനും ഡ്രാമയാണ്. അത് 50 ദിവസം കഴിഞ്ഞ് ആ സമരം നടക്കുമ്പോൾ നിനക്കറിയാം, ഞാനാണ് ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ആദ്യം ഇവിടെ പോകുന്നത്. ഇവിടുത്തെ ഗ്രൗണ്ടിലെല്ലാം ഞാൻ കണ്ടു. ആൾക്കാരോട് സംസാരിച്ചു, അവിടെ ഇരിക്കുന്നവരോട് സംസാരിച്ചു, പല ആൾക്കാരോട് സംസാരിച്ചു. അന്ന് ഞാൻ സമര നേതാവ് അവരോട് പറയുകയും ചെയ്തു, നിങ്ങൾ ഒരിക്കലും വി.ഡി. സതീശൻ എന്ന് പറയുന്നയാൾ ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ്. അയാളുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അയാളെ വിശ്വസിക്കരുത്. കാരണം അയാളെന്ന് പറയും ബേസിക്കലി ഉണ്ടാക്കിയത് ഇവരല്ലയോ, ഈ വഖഫ് മുനമ്പ് ഇഷ്യൂ ഉണ്ടാക്കിയത് ഇവരല്ലയോ. കാരണം KPA മജീദ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ലാൻഡ് വഖഫിൻ്റെതാണെന്ന് പറഞ്ഞ് ഉയർത്തിക്കൊണ്ടുവന്ന് ഇവർ തന്നെ അല്ലയോ. ഇപ്പൊ അവര് പറയുന്നു ഇത് വഖഫിന്റെ അല്ല, ഫറൂഖിന്റെ അല്ല, അവരുടെ ആ നാട്ടിലെയാണെന്ന്. അന്ന് എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഇവര് പറയുന്ന സ്റ്റേറ്റ്മെന്റ് പറയാത്തത്? ശരിയാണ്, സിമ്പിൾ അല്ലേ? അവർക്ക് പറഞ്ഞുകൊണ്ട് വഖഫിന്റെ അല്ല, നാട്ടുകാരുടെയാണ്. അവര് ലീഗലായിട്ടും സർക്കാരിനെ എല്ലാം പ്രഷർ ചെയ്യുന്ന അവരാണ്. അപ്പൊ സമസ്ത ഇവർ പറയുന്നത് അങ്ങനല്ല, ഇതല്ല, വഖഫിന്റെ അല്ല, ഫറൂഖിന്റെ അല്ല, നാട്ടുകാരുടെയാണ്. സംഭവം തീർന്നു. ഒറ്റ വാക്കിൽ സംഭവം തീർന്നു. എന്തുകൊണ്ട് ഇന്ന് വരെ ഇത് പറയാത്തത്? അത് മാത്രമല്ല സാർ, അതിന്റെ രണ്ടാമത്തെ പോയിന്റ്, ഈ കോൺഗ്രസിന്റെ നേതാക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭയം. കാരണം എറണാകുളം ജില്ല കോൺഗ്രസിന്റെ ഒരു കോട്ടയം. എൻ്റെ കാരണം പരമ്പരാഗത. അതിലേറ്റവും പ്രധാനം ഈ അവിടുത്തെ ലാറ്റിൻ കാത്തലിക്സിന്റെ വോട്ടുകൾ ഈ അന്ധമായിട്ട് കോൺഗ്രസിന് പോകുന്ന വോട്ടുകളാണ്. പ്രചരണം പോലും ആവശ്യമില്ലാതെ വോട്ടുകളാണ്. കാരണം കോൺഗ്രസിന് അവർ വോട്ട് ചെയ്യുന്നത്. കാരണം അവിടെ പള്ളിയാണെങ്കിലും അവിടുത്തെ അച്ഛന്മാരാണെങ്കിലും ഇതിനകത്ത് വരാപ്പുഴ രൂപതയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അറിഞ്ഞെടുത്തോളം ഈ IB ഈഡന് സ്വാധീനമുള്ള അച്ഛന്മാരുണ്ട്. അതേപോലെ ചില കോൺഗ്രസിന്റെ നേതാക്കളുണ്ട്. മുനമ്പ ഭാഗത്ത് ഒരു ബെന്നിയുണ്ട്, ഒരു സെബാസ്റ്റ്യനുണ്ട്. ഞാൻ അന്ന് ഈ മുനമ്പക്കാരോട് പറഞ്ഞ് ഈ രണ്ടവന്മാരെ എടുത്ത് ദൂരെ കളയാൻ പറഞ്ഞു. അവരും ഈ സമരസമിതിയുടെ നേതൃത്വത്തിൽ. അതെ, കാരണം അവർ ഈ പ്രക്ഷോഭം സബോട്ടാജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. കാരണം അവരൊക്കെ ഈ സതീശന്റെ ഇവരുടെയൊക്കെ പണം മേടിച്ചിട്ട്, കാരണം ഇവർക്ക് വേറെ ജോലിയൊന്നുമില്ല. ഞാൻ അവർക്ക് കാരണം അവരുടെ പണം മേടിച്ച് പൊതുപ്രവർത്തനം ഈ സമരം നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന കോൺഗ്രസ് നേതാക്കളാണ്. അന്ന് അവിടെ അവിടെയുള്ള സമരസമിതിയുടെ ആൾക്കാരോട് പറഞ്ഞു ഇവരെ രണ്ടും എടുത്ത് കളയാം. അതേപോലെ നിങ്ങളെ അനുകൂലിക്കാത്ത വരാപ്പുഴയിലുള്ള ലാറ്റിൻ കാത്തലിക്സിന്റെ അച്ഛന്മാരെ ഈ സമരത്തിന്റെ പന്തലിൽ കയറ്റരുത്. കാരണം അവന്മാരും കള്ളന്മാര്. ഞാൻ കൃത്യമായിട്ടാണ് പറയാം. കാരണം ഞാൻ സ്റ്റഡി ചെയ്യുന്നതിൽ നമ്മളിപ്പോൾ ഒരു പ്രക്ഷോഭം നടക്കുന്ന സമരം നടക്കുന്ന സമയത്ത് ഇതിന്റെ ഗ്രൗണ്ട് റിയാലിറ്റി, ഗ്രൗണ്ട് സീറോയിൽ നിന്നില്ലേ നമ്മൾ നോക്കുന്നത്. ശരിയാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില അച്ഛന്മാരോട് സംസാരിച്ചപ്പോഴും ഈ ഒക്കെ മനസ്സിലാക്കിയത് ഈ IB ഈഡനെ സതീശനെയും കോൺഗ്രസിന്റെ നേതാക്കളുമായിട്ട് ബന്ധമുള്ള ലാറ്റിൻ കാത്തലിക്സിന്റെ അച്ഛന്മാരോട് വൃത്തികെട്ട അച്ഛന്മാര് വരാപ്പുഴയുമായിട്ട് ബന്ധപ്പെടുന്നത്
ആ ബിഷപ്പിനെയൊക്കെ മാറ്റി നിർത്തിയാണ് അവർ ഇതിനകത്ത് കയറി വലിയ റോള് കളിച്ചിട്ടാണ് ബെന്നിയെയും ഈ സെബാസ്റ്റിനെയൊക്കെ അതിൻ്റെ അകത്ത് പിഴുതു മാറ്റുന്നത്. ഞാൻ പറഞ്ഞു ഇവരെ മാറ്റി നിർത്തും, അല്ലെ ഞാൻ പറഞ്ഞു ഇവരാണ് ഈ സമരം നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോഴാണ് അവർക്ക് ബോധ്യമായത് ഞാൻ ഈ പറഞ്ഞത് അന്ന് പറഞ്ഞ കറക്റ്റാണ്. സതീശനാണെങ്കിലും IB ഈഡനാണെങ്കിലും ഈ കോൺഗ്രസ് നേതാക്കളാണെങ്കിലും അവിടുത്തെ ലോക്കൽ നേതാക്കളാണെങ്കിലും ഇവർ ഈ സമരം നശിപ്പിക്കാൻ ശ്രമിക്കും. ഇവർ നിങ്ങളോട് പറയുന്നതല്ല, അപ്പുറത്ത് പോയി മുസ്ലിം ലീഗിനോടും മറ്റുള്ളവരോടും നേരെ തിരിച്ചാ പറയുന്നത്. അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ട് തീരാവുന്ന സംഭവമില്ല. ഇന്ന് വരെ ഇതിനെപ്പറ്റി KPM മജീദ് വേണ്ടിയിട്ടില്ല, ഇല്ല പ്രതികരിച്ചിട്ട്. ഈ വഖഫ് ബോർഡിനകത്തിരിക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാരാ ലീഗിന്റെ ആൾക്കാരാ, CPM ഭരിച്ചാലും ലീഗിന്റെ ആൾക്കാരാ. മൈനാജ് വേണ്ടിയിട്ടുണ്ടോ? ഇല്ല, വേണ്ടിയിട്ടില്ല. ഇത് ഒറ്റ വാക്കുകൊണ്ട് തീരാവുന്ന ഇഷ്യൂ. ഇതിനെ ഇത്രയും വഷളാക്കി കൊണ്ടുപോയത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഈ കോൺഗ്രസിനകത്ത് തന്നെ സാർ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളൂ. ഇപ്പം കോൺഗ്രസിന്റെ KPCC അധ്യക്ഷൻ ഒരു MP കൂടിയാണ്. അദ്ദേഹം പാർലമെന്റിലും കൂടി സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം, അതായത് K. സുധാകരൻ ഇതുവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഈ തരത്തിലുള്ള ഒരു പ്രസ്താവനകളൊന്നും നടത്തിയിട്ടില്ല. അല്ലെങ്കിൽ മറ്റു മുതിർന്ന നേതാക്കൾ, രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ, അല്ലെങ്കിൽ KC വേണുഗോപാൽ, അല്ലെങ്കിൽ ഹസൻ, അങ്ങനെയുള്ള നേതാക്കന്മാരുടെ ഒരു നിര തന്നെയുണ്ട്. അവരാരും തന്നെ ഈ വിഷയത്തിൽ എടുക്കാത്ത രീതിയിലുള്ള ഒരു സമീപനവും വെപ്രാളവും ഒക്കെയാണ് സതീശൻ. ഇതാണ് ഞാൻ ആദ്യം മുതൽ പറയുന്നത്. ഇവരോടൊക്കെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. കാരണം വഖഫുമായിട്ടുള്ള കോൺഗ്രസിന്റെ AICCയുടെ നിലപാട് വേറെയാണ്. ഈ മുനമ്പത്ത് പറയുന്ന കോൺഗ്രസ് നേതാക്കളുടെ നിലപാടല്ല. ഇപ്പൊ കഴിഞ്ഞിടയ്ക്ക് എനിക്കത് സത്യമാണല്ലേ, കാരണം CR മഹേഷ് എന്ന് പറഞ്ഞ അവരുടെ കോൺഗ്രസിന്റെ MLA വഖഫുമായിട്ട് ബന്ധപ്പെട്ട് SDPI, അത് PFI സംരക്ഷണ അവരുടെ യോഗത്തിന്റെ ഉദ്ഘാടനത്തിന് പോകുന്നു. അപ്പൊ ആലോചിച്ച് നോക്കും, അവരുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ കൂടെ വേദി പങ്കിടാൻ പോകുന്നു. അപ്പം എന്താണ് യഥാർത്ഥം? അപ്പം ആദ്യം മനസ്സിലാക്കാൻ ഇത് ഡിജിറ്റൽ ജനറേഷൻ ടൈമാണ്. പിന്നെ ഈ വഖഫുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറയാം. സംഭവം ഇപ്പം അടുത്ത സമയത്ത് ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് വഖഫ് ബോർഡിനെ മുഴുവൻ ഡിസ്മാൻഡിൽ ചെയ്തു. അതിന്റെ യഥാർത്ഥ റീസൺ അറിയാം എന്താ കാര്യമെന്ന്. ബേസിക്കലി ഈ ആന്ധ്രയാണെങ്കിൽ പഴയ ഹൈദരാബാദ് ആന്ധ്ര ഒരുമിച്ചാണ്. ഈ ആന്ധ്രയിലെ മുഗൾ ഭരണം തുടങ്ങിയ സമയത്ത് അവിടെ നിർബന്ധിച്ച ആൾക്കാർ മുസ്ലിമായിട്ട് കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു. നിർബന്ധിത മതപരിവർത്തനം ഉണ്ടായി. ആ സമയത്ത് ആന്ധ്രയിലുള്ള നായിഡു കമ്മ്യൂണിറ്റി, അതായത് നമ്മൾ ഈ പറയുന്ന മാർവാടി എന്ന് പറയുന്ന ബിസിനസ് കമ്മ്യൂണിറ്റി, കർഷകര്, അവിടുന്ന് ഒത്തിരി പേര് ഓടി കോയമ്പത്തൂർ വന്ന്. ഈ നായിഡുമാരെ കോയമ്പത്തൂരുള്ള ടെക്സ്റ്റൈൽ, അതെ ഈ കോയമ്പത്തൂരുള്ള ബിസിനസ് കമ്മ്യൂണിറ്റി, അതേപോലെ സേലം, തിരുപ്പതി, ഇവരെല്ലാം ഈ ആന്ധ്രൈറ്റ്സ്. ഇവരുടെ വീട്ടിലൊക്കെ തെലുങ്ക്, അവർ ആന്ധ്ര രീതിയിലാണ് ജീവിക്കുന്നത്. അവരുടെ ആഹാരമാണെങ്കിലും അവർ തിരുപ്പതി അമ്പലമൊക്കെ കൊണ്ടുവന്നാണ് അവിടെ. എനിക്കറിയാം, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് ഒത്തിരി കച്ചവടക്കാരൻ, ബിസിനസ്സുകാരൻ, വലിയ വലിയ ബിസിനസ്സുകാരൻ. അപ്പൊ ഇവരവിടെ വരാൻ കാരണം ഇവരെ നിർബന്ധിച്ച് മതപരിവർത്തനം ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് അവിടുന്ന് മാസീവായിട്ട് എക്സോഡസ് ഉണ്ടായിട്ട് ഇവർ ഈ ഭാഗത്ത് സെറ്റിൽ ആവുന്നത്. അപ്പൊ കോയമ്പത്തൂരിലെ വലിയ ബിസിനസ്സുകാരെല്ലാം ഇവർ തന്നെയാണ്. എന്നിട്ട് അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന മുഗളൻസും ആ സംഭവം, അതേപോലെ തന്നെ തമിഴ്നാട്ടിലുണ്ടായിരുന്ന കർണാടക ടിപ്പു, ഇവരെല്ലാം ഇത് അവരുടെ മതത്തിന്റെ ഭാഗമായിട്ട് അവരൊഴിഞ്ഞു പോയ ലാൻഡ് എടുത്തു. അതായത് ഇവരെ പേടിച്ചിട്ട് അവിടുന്ന് ഓടിപ്പോയ ആളുകളുടെ ലാൻഡ്, ഇത് ഭൂമി അന്ന് എടുത്ത് മാറ്റി മുഗൾ ഭരണത്തിലുണ്ടായതാണ്. ഇതാണ് നെഹ്റുവിൻ തോട്ട്സ് എന്ന് പറഞ്ഞ ബ്ലണ്ടർ. ബേസിക്കലി അതാണ് ലാൻഡ്. അവിടെ പരമ്പരാഗതമായി ഇവിടെ മുഗൾസ് വന്ന ശേഷമാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഉണ്ടാവുന്നത്, റിയാലിറ്റി. അപ്പോൾ ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് ഇവർ ഈ ലാൻഡ് എടുത്ത് ഹൈലി കറപ്റ്റഡായി, ഈ വഖഫ് കമ്മിറ്റി, ചള്ളഞ്ചവറും ഒക്കെ. അതുകൊണ്ടാണ് ഈ പുല്ലങ്ങ് പിരിച്ചു വിട്ടത്. അത് ഇനി ഉണ്ടാകാൻ പോകുന്ന BJP ഭരിക്കുന്ന മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇതെടുത്ത് പിരിച്ചുവിടും. കർണാടകയിൽ ഈ പ്രശ്നമുണ്ട്, വലിയ പ്രശ്നമുണ്ട്, തമിഴ്നാട്ടിൽ പ്രശ്നമുണ്ട്. പക്ഷെ BJP നോൺ BJP സ്റ്റേറ്റുകൾ, ആരെയും BJP ഭരിക്കുന്ന പല സ്റ്റേറ്റുകളിലും ഇഷ്യൂ ഉണ്ട്. ഇപ്പം മഹാരാഷ്ട്ര വരാൻ പോവാ BJP ഗവൺമെന്റ് സ്ട്രോങ്. മഹാരാഷ്ട്രയിൽ ഏറ്റവും ഭയങ്കര ഇഷ്യൂ ഉണ്ടായ സംഭവം അവിടെ കംപ്ലീറ്റ് അത് ഡിസ്മാൻഡിൽ ചെയ്യും. കാരണം ഇത് മുഴുവൻ ദൂരക്കളയും. പിന്നെ ഇത് ഈസി ആയിട്ട് ഇതങ്ങ് പാസ്സായിട്ടങ്ങ് പോകും. അതേപോലെ IB എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ സമരസമിതി ആൾക്കാരോട് സംസാരിച്ചാൽ പറഞ്ഞ ഈ IB എന്ന് പറഞ്ഞ വൃത്തികെട്ടവനെ ഒരു കാരണവശാലും മുനമ്പത്ത് കയറ്റരുത്. അവൻ ഭയങ്കര പാരസൈറ്റാണ്. അവനിതൊന്നുമല്ല ഉദ്ദേശം. അവൻ എല്ലാ കള്ളവും കപടതയും പഠിച്ചു വരും. എനിക്കിവിടെ ഒരു മുസ്ലിങ്ങളോടും പ്രശ്നമില്ല.
ഇവിടെ ആവശ്യം എന്ന് പറയുന്നത് വഖഫ്. എന്താണ് ഈ വഖഫ്? അത് ഒരു കാരണവശാലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനേക്കാളും ഇന്ത്യൻ പാർലമെന്റിനേക്കാളും ഇവിടെ നടക്കുന്ന ഇതിനേക്കാളും മുകളിൽ പോകാൻ പറ്റരുത്. കാരണം ഇന്ത്യക്കകത്താണ് ഈ സംഭവം നടക്കുന്നത്. അതാണ് ഈ കോൺഗ്രസിന്റെ ഏറ്റവും ചതിവെന്ന് പറയുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് പുറത്തായിട്ട് ശരീഅത്ത് നിയമങ്ങളാണ് ഈ വഖഫിനകത്ത് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടു പോകാൻ സമ്മതിക്കരുത്. ഇവിടെ ഉണ്ടാകേണ്ടത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്, ഇന്ത്യൻ പാർലമെന്റാണ്, ഇവിടുത്തെ സ്റ്റേറ്റ് അസംബ്ലിയാണ്, ഗവൺമെന്റ് ആണ് സോൾ. അതാണ് ജനാധിപത്യം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതിന് എതിർക്കുന്ന കേരളത്തിലെ കോൺഗ്രസ്, അതേപോലെ CPM, അവരെ പാഠം പഠിപ്പിച്ചു കൊടുക്കണം. ഇതാണ് ഏറ്റവും പ്രധാനം. അതിനനുസരിച്ച് ഈ IB ആണെങ്കിലും ഈ മറ്റുള്ള കോൺഗ്രസ് സതീശൻ ഉൾപ്പെടെയുള്ളവരെ മാറ്റി നിർത്താനും നിങ്ങൾ പഠിക്കണം. അതിൽ സാർ ഇപ്പോൾ കേട്ടത് ഇവരെ ഇവിടെ മുനമ്പത്ത് സന്ദർശനം നടത്തിയല്ലോ, അപ്പൊ അതിന് മുൻപായിട്ട് അവിടെയുള്ള ആൾക്കാരെല്ലാം പിരിഞ്ഞു പോയി. IB-യുടെ കോലം കത്തിച്ചു കേട്ടിട്ടുണ്ട്. കാരണം ഇത് കാരണം IB എന്ന് പറഞ്ഞത് പക്ക കള്ളനാണ്. അവനെ കാണുന്ന പോലൊന്നുമല്ല. പക്ഷെ ഇതൊന്നും മുഖ്യധാര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാരണം IB എന്ന് പറയും ലാറ്റിൻ കാത്തലിക്. കാരണം ലാറ്റിൻ കാത്തലിക്സിന്റെ വോട്ട് മേടിച്ച് ജയിച്ചിട്ട് ഭൂരിപക്ഷ വോട്ട് അവരെ ചതിക്കുന്ന ഇവനെ അവിടെയുള്ള ലാറ്റിൻ കാത്തലിക്സ് പാഠം പഠിപ്പിച്ചു കൊടുത്ത ഇവൻ ജീവിതത്തിൽ ഒരു MLA MP ആകത്തില്ല. കൃത്യം. അപ്പൊ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇവനെ അവിടെ കയറ്റരുത്. ഇവനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കോൺഗ്രസ് നേതാക്കളെ അവിടെ കയറ്റരുത്. ഇത് ചെയ്താൽ മതി. ഇപ്പൊ ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന അവിടെ ലാറ്റിൻ കാത്തലിക്സിന്റെ അച്ഛന്മാരെ അവിടെ കയറ്റരുത്. കാരണം ഒരു ജീവൻ രക്ഷാ സംഭവമാണ് ഈ സമരം. അപ്പൊ ഇവൻ പറയുന്ന പൂർണ്ണമായിട്ടും വിശ്വസിക്കരുത്. ഇവൻ പക്ക കള്ളനാണ്. ഞാൻ കൃത്യമായിട്ടാണ് പറയുന്നത്. IB ഈഡനെ എടുത്ത് ദൂരെ കളയാൻ വേണ്ടി മുനമ്പംകാർ ലാറ്റിൻ കാത്തലിക്സ് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ സംഭവത്തിന് ഉറപ്പായിട്ടും ഈ കോൺഗ്രസ് നേതാക്കൾ പൂർണ്ണമായിട്ട് ചോട മാറ്റും. അപ്പൊ എന്നാൽ മാത്രമേ മുനമ്പത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടാവുകയുള്ളൂ.